പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ചു. 3 ദിവസം മുമ്പാണ് അസം സ്വദേശിയായ മിൻ അമറുൽ ഇസ്ലാം പിടിയിലായത്. ഇയാൾ കുറ്റസമ്മതം നടത്തി. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, പ്രതിയെ സംബന്ധിച്ചുള്ള സൂചന, ഒപ്പം പിടിയിലായ വിവരം, ഇപ്പോൾ എവിടെയാണ് പ്രതി ഉള്ളത്? പ്രതിയുമായി വാർത്താ സമ്മേളനം നടത്തുമോ? പ്രതി പറഞ്ഞ മൊഴിയുടെ വിശദാംശങ്ങൾ ഒക്കെയും. അജ്മിഷാദ്, പ്രതി ഇപ്പോൾ ഉള്ളത് ആലുവ പോലീസ് ക്ലബ്ബിലാണ്. അല്പം മുമ്പാണ്, ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. 3 ദിവസം മുൻപാണ് ഇയാളെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. തുടർന്ന് രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. ജിഷയെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പോലീസിനോട് ഇയാൾ പങ്കുവയ്ക്കുകയുണ്ടായി. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത് എന്നാണ് ഇയാൾ പറഞ്ഞത്. നേരത്തെ തന്നെ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഈ ജിഷയ്ക്ക് നേരെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമായത്. ഏറ്റവും ഒടുവിലായി ഇയാൾ കനാലിൽ സ്ത്രീകൾ കുളിക്കുന്നത് നോക്കി നിന്നത് ജിഷ പരിഹസിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഇതേ തുടർന്ന് ഇയാൾ ജിഷയ്ക്ക് നേരെ പാഞ്ഞെടുക്കുകയും പിന്നീട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ മരണസമയത്ത് ജിഷ ദാഹജലം ചോദിക്കുകയുണ്ടായി. അന്ത്യനിമിഷങ്ങളിൽ ജിഷ ദാഹജലം ചോദിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് വെള്ളം കൊടുക്കുന്നതിന് പകരം മദ്യമാണ് ഇയാൾ കൊടുത്തിരുന്നത്. ഇതിനുശേഷം ജിഷയെ മാനഭംഗപ്പെടുത്താനും ഇയാൾ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഇത് തടുത്തപ്പോഴാണ് അതിക്രൂരമായി ജനനേന്ദ്രിയം മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തിക്കീറി കൊലപ്പെടുത്തിയത്. പ്രത്യേകിച്ചും ഇയാൾ ലൈംഗിക വൈകൃതത്തിനുടമയാണ് എന്നും പോലീസ് പറയുകയുണ്ടായി. ഈ ക്രൂരകൃത്യം നിർവഹിച്ച ശേഷം ഇയാൾ പിന്നീട് കനാലിലേക്ക് ഇറങ്ങുകയും വീടിനടുത്തുള്ള കനാലിലേക്ക് ഇറങ്ങി കൈകാലുകൾ കഴുകിയ ശേഷം ആയുധം ഉപേക്ഷിച്ച് ആസാമിലേക്ക് പോവുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് പങ്കുവച്ച വിവരം. ഇത് സ്ഥിരീകരിച്ച ശേഷം പിന്നീട് DNA പരിശോധന അടക്കം പോലീസ് നോക്കുകയുണ്ടായി. നേരത്തെ തന്നെ DNA സാമ്പിൾ പോലീസ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജിഷയുടെ ശരീരത്തിൽ നിന്ന്, അതായത് കടിയേറ്റ ഭാഗത്തു നിന്ന് ഉള്ള ഉമിനീരിലടങ്ങിയ DNAയും വാതിൽ കൊളുത്തിൽ ഉണ്ടായിരുന്ന DNAയും ജിഷയുടെ നഖത്തിനിടയിലെ ചർമ്മകോശത്തിലേക്ക് എത്താം വിശദാംശങ്ങളുമായി. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. സഹായകമായ നിലപാടാണ് ഞങ്ങൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന കാലത്ത് സ്വീകരിച്ചത്. ഞങ്ങൾ അന്നൊരാരോപണം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പ്രതി കണ്ടെത്തണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്നതിന് വേണ്ടിയോ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനോ ഞങ്ങൾ ഈ സംഭവത്തെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് മനഃപൂർവ്വമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അന്വേഷണ സംഘം തെളിവ് നശിപ്പിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എന്തിനാണ് ഈ അവരുടെ അമ്മയുടെ അനുവാദമില്ലാതെ ശവം ദഹിപ്പിച്ചത്? അതൊക്കെ തുടർന്ന് ഈ അന്വേഷണ സംഘം കണ്ടെത്തണം. അവിടെ സംഭവ സ്ഥലത്ത് പോയ പോലീസ് ഓഫീസർ കാണിച്ച അനാസ്ഥ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാ പോലീസ് ഓഫീസർമാരെയും സ്ഥലം മാറ്റി. ഇതിൽ വീഴ്ച വരുത്തിയ DGPയെ മാറ്റി. DGPയെ തന്നെ മാറ്റി പുതിയ പോലീസ് ക്രമീകരണം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ചടുലമായ നീക്കം പുതിയ അന്വേഷണ സംഘത്തിന് നടത്താൻ സാധിച്ചത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കേസ് തെളിയിക്കാൻ കഴിഞ്ഞത്. ഈ തെളിവുകൾ നശിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടോ, അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്ന കാര്യം പരിശോധിക്കുമോ? അതൊക്കെ അന്വേഷണ സംഘവും പോലീസും പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. BJPയുടെ കേന്ദ്ര നേതാക്കളെ തെരഞ്ഞെടുപ്പ് സമയത്ത് CBI അന്വേഷണം കൈമാറണം, കേരള പോലീസിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പല കേസുകളും സമർത്ഥമായി തെളിയിക്കാൻ കഴിഞ്ഞ ഒരു പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് സേന. ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളെടുത്ത നിലപാട് കേരള പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത കേസ് മാത്രമേ CBI കൈമാറാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ കാലത്ത് 5 കൊല്ലം എടുത്ത നിലപാട് അതാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷ മുന്നണിയുടെ നിലപാട്. കേരള പോലീസിനെ സമർത്ഥമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയാക്കി വികസിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് പകരം പിന്നെ ഇതിനാണ് കേരള പോലീസ്, എന്നാൽ പിന്നെ CBI മാത്രം പോരെ, ഒരു അന്വേഷണ ഏജൻസി പോരെ രാജ്യത്ത്? കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് തെളിയിച്ചു കേരള പോലീസിന് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്താനുള്ള കഴിവുണ്ട് എന്ന് കേരള പോലീസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ശരി, കേരള പോലീസ് തന്നെയാണ് ഇത് കണ്ടെത്തിയത്. കേരള പോലീസ് മികവ് കാട്ടി. തീർച്ചയായും പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് കാരണമാക്കിയ കാര്യങ്ങളെ ഒക്കെ മാറ്റിമറിച്ചതും തിരുത്തിയതുമാണ്. ഭരണത്തെത്തിയപ്പോൾ തങ്ങൾ തിരുത്തിയതാണ്. ഈ അന്വേഷണത്തെ ഈ രീതിയിൽ എത്തിച്ചതും ശരിയായ ദിശയിൽ സഞ്ചരിപ്പിച്ചതും പ്രതിയെ പിടികൂടാനായതും
എന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. പോലീസ് ഓഫീസറുടെ ഗുരുതരമായ വീഴ്ചകൾ, ശവം കത്തിച്ചു കളഞ്ഞത്, അത്തരത്തിൽ സംസ്കരിച്ചത് ഒക്കെയും പോലീസിൻ്റെ ഭാഗത്ത് ഉള്ള വീഴ്ചകൾ തന്നെയാണ്. ആ വീഴ്ചകളുടെ കാരണമാണ് അന്നത്തെ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കും ശിക്ഷയുടെ ഭാഗമായി കൂടുതൽ പോലീസുകാരെ സ്ഥലം മാറ്റിയതുമൊക്കെ. ഇതൊക്കെ വേണ്ടി വന്നത് പോലീസിൻ്റെ അനാസ്ഥയുടെ ഭാഗമായി തന്നെയാണ്. പുതിയ DGP തീർച്ചയായും ഇപ്പോൾ കോടിയേരി പറഞ്ഞതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് M ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് കോടിയേരി ഇതേ സംബന്ധിച്ച് പറഞ്ഞത്? അജിംഷാദ്, ജിഷ കൊലക്കേസിലെ പ്രതിയെ കണ്ടെത്താനായത് പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും മികച്ച ഒരു നേട്ടമായാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ കഴിഞ്ഞ സർക്കാരും പോലീസും തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളുടെ അഭാവം ഈ കേസിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴത്തെ അന്വേഷണ സംഘം പ്രതിയെ കണ്ടെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതുകൂടി ഈ തെളിവുകൾ നശിപ്പിച്ച സംഭവം ഉൾപ്പെടെ പുതിയ അന്വേഷണ സംഘം ഏറ്റെടുക്കണം എന്നുള്ള ഒരു ആവശ്യവും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ചെരുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന തെളിവായ ചെരുപ്പ് ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കണ്ടെത്തിയത് എന്നുൾപ്പെടെയുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ചെരുപ്പ് അവർ എടുത്തുകൊള്ളട്ടെ, അതെങ്കിലും ആ തെളിവായി ആ ചെരുപ്പെങ്കിലും നശിപ്പിക്കാതെ ബാക്കി വെച്ചല്ലോ എന്നുള്ള ഒരു പ്രതികരണമാണ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജിഷയുടെ ഘാതകൻ പിടിയിലാകുമ്പോൾ അസം സ്വദേശി മിൻ അമറുൽ ഇസ്ലാം എന്ന അസം സ്വദേശിയായ വ്യക്തിയാണ് ജിഷയെ കൊന്നത് എന്ന് പോലീസിന് ബോധ്യമായിരിക്കുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ കൃത്യമായ പരുതലിലൂടെയാണ് പ്രതി പിടിയിലായത്. ഇപ്പോൾ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതിയുമായി വാർത്താ സമ്മേളനം പോലീസ് നടത്തുമോ എന്നുള്ള കാര്യമാണ് ഇനി കേരളം അറിയാനിരിക്കുന്നത്. ഒരു പക്ഷേ ഉദ്വേഗപരമായ നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഉമേഷ്, കൃത്യമായ ഒരു മാധ്യമ ഇടപെടൽ ഇവിടെ സംജാതമായിരുന്നു. പീപ്പിൾ TV ആണ് ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആഴം, അതിൻ്റെ പരപ്പ് ഒക്കെ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അധികൃതർ ഉണർന്നത്. ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്ന ഈ സാഹചര്യം വരെയും പോയ കേസിൻ്റെ ആ നാൾ വഴികളിലൂടെ ഈ ഘട്ടത്തിൽ നമുക്ക് പോകാം. ഉമേഷ്. അജിംഷാദ്, ഏപ്രിൽ 28-ാം തീയതിയാണ് ജിഷ കൊല്ലപ്പെടുന്നത്. അതിക്രൂരമായ കൊലപാതക വിവരം ഏതാണ്ട് 4 ദിവസത്തിന് ശേഷമാണ് പുറം ലോകം അറിഞ്ഞത്. കാരണം മെയ് 2-ാം തീയതിയാണ് ഇതിൻ്റെ ഞെട്ടിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഇത് പുറം ലോകം അറിഞ്ഞത്. ജിഷ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാവുകയും വലിയ മർദ്ദനത്തിന് വിധേയമാവുകയും ചെയ്ത ശേഷം കൊല്ലപ്പെടുകയായിരുന്നു എന്ന വിവരം പുറം ലോകം അറിഞ്ഞത് പീപ്പിൾ TVയിലൂടെയും മറ്റുമാണ്. എന്നാൽ കൊലപാതകം നടന്നത് ഏപ്രിൽ 28-ാം തീയതിയാണെങ്കിലും ഇത് ചെറിയ സംഭവമാക്കി ഒതുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടാതിരിക്കുകയും ഇതൊരു സാധാരണ സംഭവമായി, സാധാരണ ഒരു കൊലപാതകമായി ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് തെളിവ് ശേഖരിക്കലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ വലിയ വീഴ്ചയാണ് പോലീസിന് സംഭവിച്ചത്. എന്നാൽ പിന്നീട് പീപ്പിൾ TVയിലൂടെയും മറ്റും ഇത് വലിയ വാർത്തയായതോടെ പോലീസിന് നിൽക്കക്കള്ളിയില്ലാതെയായി. അന്നത്തെ സർക്കാരിനും ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചതായി പുറം ലോകത്തിന് മനസ്സിലായി. പിന്നീടാണ് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഈ അന്വേഷണ സംഘത്തിന് ആദ്യ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും അവർക്കും കൃത്യമായ ഒരു തുമ്പുണ്ടാക്കാൻ അവർക്കും സാധിച്ചില്ല. പലരെയും ചോദ്യം ചെയ്യുകയും ജിഷയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയെടുക്കുകയും അയൽവാസികളെ എല്ലാം തന്നെ തീർച്ചയായും ഉമേഷ്, 3 ദിവസം മുമ്പ് അതായത് ചെരുപ്പുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ലഭിക്കുന്നു. തുടർന്ന് DNA പരിശോധന നടത്തുന്നു. കൃത്യമായും ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് ഭദ്രമാക്കുന്നു. അതിനുശേഷം ക്യാമറ പരിശോധിക്കുന്നു. മഞ്ഞ ഷർട്ടുകാരനുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊഴിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആരായുന്നു. മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ
തേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ ലൊക്കേഷൻ കൃത്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. കൃത്യമായും അസം സ്വദേശിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് വളരെ ഭദ്രമായി ശേഖരിക്കുന്നു. അതിനുശേഷം പ്രതിയിലേക്ക് ഉള്ള തിരച്ചിൽ, കായികമായി ശാരീരികമായി പ്രതിയെ ലഭിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ലഭിക്കലിനായി പോലീസ് നടത്തിയ തേടൽ, ഇവയൊക്കെയും അന്വേഷണത്തിൻ്റെ ഈ ദിശയിൽ ഇന്ന് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിക്കുന്നത് വരെ ലഭ്യമായിട്ടുണ്ട് എന്ന് പറയാനാകും. ഉമേഷ്. അജിംഷാദ്, ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. ഒരു വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് നേരത്തെ തന്നെ LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ തന്നെ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത്തരത്തിൽ ഒരു വനിതാ IPS ഓഫീസറെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെ ADGP B സന്ധ്യയെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അവരുടെ നേതൃത്വത്തിലാണ് പിന്നീട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണ സംഘത്തിൽ SP-മാർ ഉണ്ടായിരുന്നു. ഇവർ വിവിധ സംഘങ്ങളായാണ് അന്വേഷണം നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അയൽവാസികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം സംബന്ധിച്ചും സമാന രീതിയിൽ കുറ്റകൃത്യം ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തും ഉള്ള ബൃഹത്തായ അന്വേഷണമാണ് നടത്തിയത്. ഇതിനിടയിലാണ് DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ എത്തി ജിഷയുടെ വീടും പരിസരവും വിശദമായ പരിശോധന നടത്തിയത്. ഈ ദിവസത്തിലാണ് ഇത്തരത്തിലൊരു ചെരുപ്പ് അദ്ദേഹം പരിശോധിക്കുകയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പറയുകയും ചെയ്തത്. കാരണം അത്തരത്തിലൊരു ചെരുപ്പ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണണമെങ്കിൽ അത് പ്രതിയുടേതായിരിക്കുമെന്ന് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. കാരണം അത് ഈ പ്രതി കനാലിൽ ചെന്ന് കൈകാൽ കഴുകുന്നത് കണ്ടു എന്ന മൊഴികൾ എല്ലാം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത പ്രതി അത് കൃത്യം ചെയ്ത ശേഷം ഈ കനാൽ കരയിൽ ഈ ചെരുപ്പ് വയ്ക്കുകയും പിന്നീട് കനാലിൽ പോയി കൈകാലുകൾ കഴുകുകയും ചെയ്തു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ചെരുപ്പ് പ്രതിയുടേതായിരിക്കും എന്ന ഉറച്ച നിഗമനത്തിൽ DGP എത്തി. അന്ന് തന്നെ DGP ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് ഈ ചെരുപ്പ് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് ഈ ചെരുപ്പ് എവിടെ നിന്ന് വാങ്ങി എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചത്. അപ്പോൾ അത് ഏത് കടക്കാരനാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. പിന്നീട് ഈ കടക്കാരൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് ഈ മിൻ അമറുളിൻ്റെ പേര് അപ്പോൾ അറിയില്ലെങ്കിലും ഇന്നയാളാണ് എന്ന സൂചന ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും പോലീസ് ചെയ്തു. എന്നാൽ ഇതിനിടെ നേരത്തെ കുറ്റകൃത്യം ചെയ്ത ശേഷം സിം കാർഡ് ഇയാൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിനെ കുഴപ്പത്തിലാക്കി. എങ്കിൽ തന്നെയും ആ ഒരു കാലഘട്ടത്തിൽ സിം കാർഡ് മാറിയവർ ആരൊക്കെയാണ് എന്ന സംബന്ധിച്ച ലിസ്റ്റ് ഉമേഷ്, ഈ അവസരത്തിൽ ഒരു സംശയം കൂടി. അതായത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തയിൽ ഈ അമറുൽ ഇസ്ലാം എന്ന അസം സ്വദേശിയായ പ്രതിക്കൊപ്പം മറ്റ് 4 സുഹൃത്തുക്കളെ കൂടി പിടികൂടിയിരുന്നു എന്നത് ആദ്യഘട്ടത്തിൽ വാർത്തയായി എത്തുന്നുണ്ട്. അതേ സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന സൂചന? അവരെയും പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. അതിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത്. ഇയാളാണ് പ്രതി എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇയാൾ ഈ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇയാൾ വർഷങ്ങളായി പെരുമ്പാവൂരിൽ തന്നെയാണ് താമസം. പ്രത്യേകിച്ച് ജിഷയുമായി ഇയാൾക്ക് 1 വർഷത്തിലധികം പരിചയമുണ്ട്. അന്ന് ഈ കൊലപാതകത്തിന് കാരണമായ സംഭവം പിന്നീട് ഇയാൾ തന്നെ പറയുകയുണ്ടായി. കുളിക്കടവിലേക്ക് നോക്കുകയും ഇത് കണ്ട ഒരു സ്ത്രീ ഇയാളെ അടിക്കുകയും ചെയ്തു. ഇത് കണ്ട ജിഷ ഇയാളെ പരിഹസിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്ന് തൊട്ട് ഇയാൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായിരുന്നത്. പിന്നീട് ഇയാൾ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് DNA പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസിന് വ്യക്തമായത്. ഈ മൊഴി ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് മുൻ അന്വേഷണ സംഘത്തിന് പാളിച്ച പറ്റിയത്. അവിടെയെല്ലാമാണ് പലരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചതല്ലാതെ DNA പരിശോധന നടത്തുന്നതിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അക്കാര്യത്തിലാണ് ഈ മിൻ അമറുളിൻ്റെ DNA പരിശോധന നടത്തുകയും ഈ DNAയുമായി ഒത്തുചേർന്നപ്പോഴാണ് ഇയാളാണ് പ്രതി എന്ന കാര്യം പോലീസിന് കൂടുതൽ വ്യക്തമായത്. മാത്രമല്ല CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആ CCTVയിലും ഇത്തരത്തിൽ മഞ്ഞ ഷർട്ടുധാരിയായ ഒരാളെ കാണുകയുണ്ടായി. അതെല്ലാം ഇയാളിലേക്ക് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എത്തിയത്. ഈ സിം കാർഡ് മാറിയവരുടെ ശരി, മിൻ അമറുൽ ഇസ്ലാം എന്ന ഈ അസം സ്വദേശിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് എല്ലാ തെളിവുകളിലൂടെയും ഭദ്രമാക്കി പോലീസ്. ഇനി ഇയാളെ ശാരീരികമായി പിടിക്കണമല്ലോ. ഈ പിടിക്കാൻ പോലീസ് നടത്തിയത് എങ്ങനെ? ഈ കാഞ്ചീപുരത്ത് നിന്ന് ഇയാൾ പിടിയിലാകുന്നത് എങ്ങനെ? അവിടം വരെ പോലീസ് പോയത്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്നവ പങ്കുവെക്കൂ.
അജിംഷാദ് അത് സംബന്ധിച്ച് വ്യക്തമായ വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാഞ്ചീപുരത്താണ് ഇയാൾ എന്നുള്ളത് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസിന് വ്യക്തമാവുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഇതിൽ ഉണ്ണിരാജൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ മിൻ അമറുൽ എന്ന പ്രതിയിലേക്ക് എത്തിയത്. അയാൾ കാഞ്ചീപുരത്താണ് എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലാണ് വ്യക്തമായത്. പ്രത്യേകിച്ചും ക്രൈം കേസുകൾ കൈകാര്യം ചെയ്ത് വളരെ പരിചയമുള്ള SP ആണ് ഉണ്ണിരാജൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് ഇത്തരത്തിൽ ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും കാഞ്ചീപുരത്ത് വെച്ച് ഇയാളെ വലയിലാക്കുകയും ചെയ്തു എന്നത് മാത്രമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കായികമായി ഏത് രീതിയിൽ നേരിട്ടു എന്നത് സംബന്ധിച്ചൊന്നും വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കായികമായി നേരിട്ടു എന്നല്ല, ശാരീരികമായി ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഉമേഷ്, അതായത് ഒരു കാര്യം കൂടി, അതിനുശേഷം ഇയാളെ തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലാവുന്നു. ഇതിനുശേഷം ഇയാളെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. ഒപ്പം സുഹൃത്തുക്കളെ മറ്റൊരിടത്തും മറ്റൊരു അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. അങ്ങനെയായിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ഈ അന്വേഷണ സംഘത്തിൽ എല്ലാവരും തന്നെ, പ്രധാന നേതൃത്വം നൽകുന്ന എല്ലാവരും തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നല്ല, എല്ലാവരും തന്നെ ഇയാളെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. കാരണം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയത് കൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇയാൾക്ക് നേരെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇയാളെ മാറി മാറി ചോദ്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇയാളെ ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ മൊഴിയിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി കോടതിയിൽ എത്തിക്കേണ്ടതുണ്ട്. കോടതിയിൽ എത്തിച്ച് ഈ പ്രതിക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. ആ കരുതലൊക്കെ പോലീസ് ഉണ്ടാകും, അന്വേഷണ സംഘത്തിനുണ്ടാകും. അതുകൊണ്ട് അവർ പുറത്തുവിടുന്ന വിവരങ്ങൾക്ക് പരിമിതിയും ഉണ്ടാകും. ആ ഘട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവിടുന്ന പോലീസിന്റെ വിവരങ്ങൾ, അതായത് പ്രതിയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നു. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ മുൻവൈരാഗ്യം ഉണ്ടാകുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം, കൊല നടന്ന ദിവസം എന്താണ് പ്രതി പറഞ്ഞത് പോലീസിനോട്? മുൻവൈരാഗ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതി ആദ്യം സമ്മതിച്ചത്. അതിന് കാരണമായത് ഇത്തരത്തിൽ കുളിക്കടവിൽ ഇയാൾ നോക്കിയിരുന്നത് ഒരു സ്ത്രീ കാണുകയും ആ സ്ത്രീ ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ജിഷ കാണാനിടയാകുകയും ജിഷ ഇത് കണ്ട് ചിരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇയാൾക്ക് ജിഷയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന വിവരം. അന്ന് തൊട്ടുള്ള ഈ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പലതവണ ഇയാൾ ജിഷയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒടുവിൽ ഈ കൊലപാതകം നടന്ന ദിവസം ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ആ മദ്യലഹരിയിൽ തന്നെ ഇയാൾ പെരുമ്പാവൂരിലുള്ള ജിഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയും ജിഷയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഉമേഷ്, അതായത് ഒറ്റയ്ക്കായിരുന്നോ മദ്യപിച്ചതിന് ശേഷം? അതായത് പെരുമ്പാവൂര് പോയി ജിഷ ഭക്ഷണം കഴിച്ചു, അതിനുശേഷം മടങ്ങി വരുന്നു. ഒരു വളം കടയുടെ CCTVയിലാണ് ജിഷ പോകുന്നതും അതിന് പിറകെ ഇയാൾ പോകുന്നതും ഒക്കെ CCTVയിലൂടെ കാണുന്നത്. അങ്ങനെ ജിഷ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലുമ്പോഴാണോ ഇയാൾ മദ്യപിച്ചിട്ട് തിരികെ എത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ ചെന്നിരുന്നത്? തീർച്ചയായും അങ്ങനെയാണ്. കാരണം പരിസരവാസികളുടെ മൊഴി അനുസരിച്ച് അന്ന് ജിഷ രാവിലെ കോതമംഗലത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. കോതമംഗലത്ത് നിന്ന് പോയി 1:30-ക്ക് ശേഷമാണ് ജിഷ പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ജിഷ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജിഷയുടെ അമ്മ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് 2 മണിക്ക് ശേഷമാണ് ഈ മിൻ അമറുൽ മദ്യലഹരിയിൽ ജിഷയുടെ വീട്ടിനകത്തേക്ക് ചെല്ലുന്നത്. പിന്നീട് വാക്കുതർക്കമുണ്ടാവുകയും മാനഭംഗ ശ്രമം ഉണ്ടാവുകയും അത് തടയുകയും ഇത് തടഞ്ഞ ജിഷയെ അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ജനനേന്ദ്രിയം കുത്തിക്കീറുന്നതടക്കമുള്ള നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തത് ഈ സമയത്താണ് എന്നുള്ളത് തന്നെയാണ് പ്രതി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെയാണ് പ്രതി കുറ്റം ചെയ്തത് എന്നും മിൻ അമറുൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഉമേഷ്, ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യം പോലീസിന് ലഭിച്ചു. ഒരുപക്ഷെ പ്രതിയെ തന്നെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്ന നിർണായകമായ വിവരം കേരളം കാത്തിരുന്ന വിവരത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. തീർച്ചയായും ആലുവയിലുള്ള പ്രതിയെ ഇനി പോലീസ് എന്തൊക്കെയാണ് ചെയ്യുക? പോലീസ് വാർത്താ സമ്മേളനം നടത്തുമോ? പ്രതിയുമായി കാത്തിരിക്കാം.